പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 10ാം ക്ലാസ് SCERT കെമിസ്ട്രിയിൽ നിന്ന് എടുത്തിട്ടുള്ള 15 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് 15 ചോദ്യങ്ങളും. മുഴുവൻ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ ശ്രമിക്കുക. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, ഹൈഡ്രജനേഷൻ വഴിയുള്ള വനസ്പതി നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം ഏതാണ്? ഹൈഡ്രജനേഷൻ വഴിയുള്ള വനസ്പതി നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം ഏതാണ്? ഉത്തരം നിക്കലാണ്. അടുത്ത ചോദ്യം, ഹേബർ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം ഏതാണ്? ഹേബർ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം ഏതാണ്? ഉത്തരം സ്പോഞ്ചി അയണാണ്. ഹേബർ പ്രക്രിയ അമോണിയയുടെ വ്യാവസായിക നിർമ്മാണമാണ്. ഇതിനായിട്ട് ഉപയോഗിക്കുന്ന ഉൽപ്രേരകമാണ് സ്പോഞ്ചി അയോൺ. അടുത്ത ചോദ്യം, സ്വയം സ്ഥിരമായ മാറ്റത്തിന് വിധേയമാകാതെ ഒരു രാസപ്രവർത്തനത്തിന്റെ വേഗതയെ സ്വാധീനിക്കുന്ന പദാർത്ഥങ്ങൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? സ്വയം സ്ഥിരമായ മാറ്റത്തിന് വിധേയമാകാതെ ഒരു രാസപ്രവർത്തനത്തിന്റെ വേഗതയെ സ്വാധീനിക്കുന്ന പദാർത്ഥങ്ങൾ അറിയപ്പെടുന്ന പേര് എന്താണ്? ഉത്തരം ഉൽപ്രേരകങ്ങളാണ്. ഇവയ്ക്ക് മാറ്റങ്ങൾ ഉണ്ടാവില്ല, രാസപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് മാറ്റമുണ്ടാവില്ല, പകരം ഇത് വേഗതയെയാണ് സ്വാധീനിക്കുന്നത്. അടുത്ത ചോദ്യം, ഹാൾ ഹെറോൾട്ട് പ്രക്രിയ വഴി വ്യാവസായികമായിട്ട് നിർമ്മിക്കുന്ന ലോഹം ഏതാണ്? ഹാൾ ഹെറോൾട്ട് പ്രക്രിയ വഴി വ്യാവസായികമായി നിർമ്മിക്കുന്ന ലോഹം ഏതാണ്? ഉത്തരം അലൂമിനിയമാണ്. അടുത്ത ചോദ്യം, ഭൂവൽക്കത്തിൽ നിന്ന് ലഭിക്കുന്ന അയിരിലടങ്ങിയ അപദ്രവ്യങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഭൂവൽക്കത്തിൽ നിന്ന് ലഭിക്കുന്ന അയിരിൽ അടങ്ങിയിട്ടുള്ള അപദ്രവ്യങ്ങൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഗ്യാങ് ആണ്. അടുത്ത ചോദ്യം, ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്നും ഉയരുന്ന വായു കുമിളയുടെ വലുപ്പം മുകളിലേക്ക് എത്തുന്തോറും കൂടി വരുന്നു. ഇത് ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്നും ഉയരുന്ന വായു കുമിളയുടെ വലുപ്പം മുകളിലേക്ക് എത്തുന്തോറും കൂടി വരുന്നു. ഇത് ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ബോയിൽ നിയമമാണ്. അടുത്ത ചോദ്യം, കോപ്പറിന്റെ അയിര് ഏതാണ്? കോപ്പറിന്റെ അയിര് ഏതാണ്? ഓപ്ഷൻസ് ബോക്സൈറ്റ്, കലാമിൻ, ഹേമറ്റൈറ്റ്, കുപ്രേറ്റ്. ഇതിലേതാണ് കോപ്പറിന്റെ അയിര്? ഉത്തരം കുപ്രേറ്റ് ആണ്. അടുത്ത ചോദ്യം, അലുമിനിയത്തിന്റെ അയിരായിട്ടുള്ള ബോക്സൈറ്റ് സാന്ദ്രണം ചെയ്യുന്ന രീതി ഏതാണ്? അലുമിനിയത്തിന്റെ അയിരായിട്ടുള്ള ബോക്സൈറ്റ് സാന്ദ്രണം ചെയ്യുന്ന രീതി ഏതാണ്? ഉത്തരം ലീച്ചിങ് ആണ്. അടുത്ത ചോദ്യം, ടിൻ സ്റ്റോണിൽ നിന്നും അയൺ ടങ്സ്റ്റേറ്റിനെ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രക്രിയ ഏതാണ്? ടിൻ സ്റ്റോണിൽ നിന്നും അയൺ ടങ്സ്റ്റേറ്റിനെ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രക്രിയ ഏതാണ്? ഉത്തരം കാന്തിക വിഭജനം വഴിയാണ് ടിൻ സ്റ്റോണിൽ നിന്നും അയൺ ടങ്സ്റ്റേറ്റിനെ നീക്കം ചെയ്യുന്നത്. അടുത്ത ചോദ്യം, മോൾ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? മോൾ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഒക്ടോബർ 23. അടുത്ത ചോദ്യം, ചലനം മൂലം ലഭിക്കുന്ന ഊർജം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ചലനം മൂലം ലഭിക്കുന്ന ഊർജം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഗതികോർജം. അടുത്ത ചോദ്യം, സ്ഥിര ഊഷ്മാവിലും മർദ്ദത്തിലും സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകത്തിന്റെയും തുല്യവ്യാപ്തത്തിൽ തുല്യ എണ്ണം മോളുകൾ അടങ്ങിയിരിക്കുന്നു. ഏതാണ് ഈ നിയമം? സ്ഥിര ഊഷ്മാവിലും മർദ്ദത്തിലും സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകത്തിന്റെയും തുല്യവ്യാപ്തത്തിൽ തുല്യ എണ്ണം മോളുകൾ അടങ്ങിയിരിക്കുന്നു. ഏതാണ് ഈ നിയമം? ഉത്തരം അവഗാഡ്രോ നിയമം. അടുത്ത ചോദ്യം, എഫ് സബ്ഷെല്ലിന് ഉൾക്കൊള്ളുവാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? എഫ് സബ്ഷെല്ലിന് ഉൾക്കൊള്ളുവാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? ഉത്തരം 14. അടുത്ത ചോദ്യം, ആധുനിക ആവർത്തന പട്ടികയുടെ ഗ്രൂപ്പുകളുടെയും പീരിയഡുകളുടെയും ബ്ലോക്കുകളുടെയും എണ്ണം എത്രയാണ്? ആധുനിക ആവർത്തന പട്ടികയിൽ ഗ്രൂപ്പുകളുടെയും പീരിയഡുകളുടെയും ബ്ലോക്കുകളുടെയും എണ്ണം എത്രയാണ്? ഉത്തരം 18, 7, 4. 18 ഗ്രൂപ്പുകളും 7 പീരിയഡുകളും 4 ബ്ലോക്കുകളുമാണുള്ളത്. 18 ഗ്രൂപ്പുകൾ, 7 പീരിയഡുകൾ, 4 ബ്ലോക്കുകൾ, SPDF ബ്ലോക്കുകൾ. ഇതൊക്കെയാണ് ആധുനിക ആവർത്തന പട്ടികയിൽ ഉള്ളത്. അടുത്ത ചോദ്യം, ഉരകല്ലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? ഉരകല്ലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? ഉത്തരം സീറിയമാണ്. 15 ചോദ്യങ്ങളായിട്ടുണ്ട്. നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.